ഹായ് ഫ്രണ്ട്സ്. ശ്രീ പി വി അൻവറിനെ ചുറ്റിപ്പറ്റി കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. കലങ്ങി തെളിയുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതാണെങ്കിലും കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായമാണ്. അൻവറിനെ കൂടെ കൂടണമെന്നും കൂടെ കൂടണ്ടായെന്നും. സതീശൻ ശക്തമായി തന്നെ വാദിക്കുന്നു അൻവറിനെ കൂടെ കൂടാനാവുകയില്ല. കാരണം UDF സ്ഥാനാർത്ഥി ഷൗക്കത്തിനെതിരെ ശക്തമായ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. പക്ഷേ സുധാകരൻ ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം അൻവറിനെ കൂടെ കൂട്ടണമെന്ന് വാദിക്കുന്നു. എന്തായാലും അൻവർ ഇപ്പോ UDFന്റെ ദയാദാക്ഷ്യത്തിനായി കാത്തിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷിച്ച KC വേണുഗോപാൽ അൻവർ കൂടിക്കാഴ്ച നടന്നുമില്ല. KC കൈയൊഴിഞ്ഞു. അൻവർ ഇപ്പോ ത്രിശങ്കു സ്വർഗത്തിൽ. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട ഔചിത്യമോ രാഷ്ട്രീയത്തിലെ തന്ത്രകുതന്ത്രങ്ങളോ അൻവറിന് വശമില്ല. അടിസ്ഥാനപരമായി അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ, ബിസിനസ് ആണ് മുഖ്യം. രാഷ്ട്രീയവും ബിസിനസ് തന്നെ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അൻവർ മാത്രമല്ല, വിജയശ്രീലാളിതരായിരിക്കുന്ന പലരും ബിസിനസ്സിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരാണ്. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ. അങ്ങനെ രാഷ്ട്രീയക്കാരൊന്നും ആയിരുന്നില്ല. തന്റെ ആ വലിയ പണം ഉപയോഗിച്ച് അദ്ദേഹം രാഷ്ട്രീയം പിടിച്ചടക്കിയതാണ്. നാക്കിന് വലിയില്ല, അൻവറിനെ പോലെ തന്നെ. എന്താണെങ്കിലും അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മേഖലകളിലും അദ്ദേഹത്തിന് മുംബൈയിൽ വരെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുണ്ട്. അത്രയും വലിയ ബിസിനസ്സുകാരാണ് ഡൊണാൾഡ് ട്രംപ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ BJP പ്രസിഡന്റ് ചന്ദ്രശേഖരൻ, അങ്ങേരും ബിസിനസ്സുകാരനാ ആയിരുന്നു, ഇപ്പോഴുമാണ്. BJPക്ക് വേണ്ടി രാഷ്ട്രീയം ബിസിനസ് ആക്കിയ ആളാണ് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ബിസിനസ്സുകാരൻ ആയതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പരാജയപ്പെടണമെന്നൊന്നുമില്ല. ഏതാണെങ്കിലും ആദ്യമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയത് കൊണ്ടുള്ള ആ മുൻതൂക്കം UDF നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ തല്ലുന്നു, വിഴുപ്പലക്കുന്നു, രംഗം മോശമാവുകയാണ്. LDFന്റെ കാര്യം അതിലും കഷ്ടം. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഷൗക്കത്തിനെ പോലെ മണ്ഡലത്തിൽ സുപരിതനായ ഒരു സ്ഥാനാർത്ഥിയോട് ഇല്ലതാനും. സ്വതന്ത്രന്മാരുടെ പിന്നാലെ ഓടുകയാണ്. BJP ഓടി നടന്നിട്ട് കോൺഗ്രസിൽ ആരെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് അനുനയിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ശ്രീമതി ബീന ജോസഫ് ആകുമായിരുന്നു BJPയുടെ നിലമ്പൂരെ സ്ഥാനാർത്ഥി. ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥയെ അതും കിട്ടിയില്ല. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ നെട്ടോട് മൂടുകയാണ് ഇടതുപക്ഷവും BJPയും. എല്ലാം കൂടി കുഴഞ്ഞു വരുന്ന രാഷ്ട്രീയം ഇത് ഏതറ്റം വരെ പോകുമെന്ന് കത്തിരുന്ന് കാണാം. താങ്ക് യു.